നമസ്കാരം. ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വപ്രസിദ്ധിയാർജിച്ച ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ മകം ഉത്സവത്തിന് ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ മകവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഒരുക്കങ്ങളെയൊക്കെ പറ്റി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനായി ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ 1199 മലയാള വർഷത്തിലെ മകം മഹോത്സവം 2024 ഫെബ്രുവരി 18 കൊടി കയറി 27 അത്തംകുരുതിയോടുകൂടി അവസാനിക്കുകയാണ്. മകം തൊഴൽ വരുന്നത് 2024 ഫെബ്രുവരി 24 അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഭക്തജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളം, ലഘുഭക്ഷണം, കൂടാതെ ഉപ്പുമാവ്, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിൽ നിന്ന് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിലേക്ക് നമ്മൾ അതിനു വേണ്ടി അനാവശ്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഭക്തജനങ്ങൾ മാക്സിമം ക്ഷേത്രത്തിനകത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ഉത്സവം കൊടിയേറിയ ശേഷം ഭജനം, ചോറൂണ്, വിവാഹം, അന്നദാനം, ഗുരുതി, മണ്ഡപത്തിപ്പാട്ട് എന്നീ വഴിപാടുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഉത്സവ ദിവസങ്ങളിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ മകം തൊഴലിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1.5 ലക്ഷം ആളുകളോളം നമുക്ക് തൊഴാനെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണം മുന്നിലെടുത്തിട്ട് നമ്മൾ ഭക്തജനങ്ങൾ വരുമ്പോൾ കഴിവതും വിലപിടിപ്പുള്ള വസ്തുക്കൾ ദർശന സമയത്ത് നമ്മൾ ദർശനത്തിന് വരുമ്പോൾ കൊണ്ടുവരാതിരിക്കുക. അതായത് ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ഫോണുകൾ, ഇനി അഥവാ കൊണ്ടുവരുന്നവർ തന്നെ അവരവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അത് സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരിക്കും. അവർ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളുടെ ഈ തിരക്ക് കൂടുമ്പോൾ നമ്മളുടെ വോളണ്ടിയേഴ്സ്, നമ്മുടെ ജീവനക്കാർ, സെക്യൂരിറ്റി ജീവനക്കാർ ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാക്സിമം നമ്മളോട് സഹകരിക്കണം ഭക്തജനങ്ങൾ. കാര്യം ഇത് തിരക്ക് നമ്മൾ ഇത്രയും പേർക്ക് തൊഴാനുള്ള അവസരം നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നമ്മളുടെ കൂടെ, ഭക്തജനങ്ങൾ നമ്മളോടൊപ്പം തന്നെ സഹകരിച്ചാൽ മാത്രമാണ് നല്ലൊരു രീതിയിൽ നമുക്ക് ഈ മകം തൊഴൽ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ ഉത്സവ വിശേഷങ്ങളും മകം തൊഴലിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.